അസ്സലാമലൈക്കും. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് അടിക്കുക, സബ് ചെയ്യാത്തൊരു സബ് ചെയ്യുക, കമൻ്റ് ഇടുക, ഷെയർ ചെയ്യുക. ഇത് തനൂജയുടെ ഒരു വീഡിയോ, ഇന്ന് ഷോർട്ട് ഫിലിമിൻ്റെ ഒരു വീഡിയോ വന്നായിരുന്നു യൂട്യൂബിനകത്ത്. അന്നേരം അതിനകത്ത് കാമിറാടെ കുറച്ച് ആൾക്കാർ കയറി പിന്നെ കമൻ്റ് ഇട്ടിട്ടുണ്ട്. മണികണ്ഠ സ്വാമിക്ക് ശരണമെന്ന്. മണികണ്ഠസ്വാമി ആ ശബരിമലയിൽ ഇരിക്കട്ട്, കാമിറാടെ അന്തങ്ങളോടാണ് പറയുന്നത്, കാമിറാടെ അന്തങ്ങളോട്. പിന്നെ മണികണ്ഠൻ സ്വാമിയെ വിളിച്ച് നീയൊക്കെ ആക്ഷേപിക്കുന്നതിന് നിനക്കൊക്കെ കിട്ടും അതിനുള്ള ദോഷങ്ങൾ കേട്ടോ. നാറിച്ചികളെ, നിൻ്റെയൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങളും ഭർത്താക്കന്മാരൊന്നും ഇല്ലേടി നാറികളെ. ഇവളുമാരെ വാക്ക് കേട്ടിട്ട് വന്നിരുന്ന ഒരാളുടെ ഷോർട്ട് ഫിലിമിനകത്ത് കയറി കമൻ്റ് ഇടാനായിട്ട്. ആ ചാനലുകാർ നിൻ്റെയൊക്കെ പേർക്ക് കേസ് കൊടുത്താൽ നീയൊക്കെ അകത്താവും കേട്ടടി പരനാറികളെ. വന്നിരുന്ന് വേണ്ടാത്ത കാര്യങ്ങൾ എഴുതിയിടുക. മണികണ്ഠസ്വാമിക്ക് ശരണം. ആ സ്വാമി എവിടെയെങ്കിലും ഇരുന്നിട്ട് പോട്ടെ അയ്യപ്പൻ. നിന്നെയൊക്കെ കണക്കുള്ള ജാതി പറയാനായിട്ട് കുറച്ച് നാറിച്ചികൾ കിടക്കുന്നു, നാണോ മാനോ ഇല്ലാത്ത സ്ത്രീകൾ. ഒരു കാമിറയ്ക്ക് വായിക്കാൻ അറിയാത്തത് കൊണ്ടായിരിക്കാം അവരെന്തെങ്കിലും പറഞ്ഞിട്ട്. ഞാൻ കേട്ടില്ല അവർ പറയുന്നത്. ഉടനെ അവളെ മോളെ വേണമെങ്കിൽ അക്ഷരം പഠിപ്പിക്ക്, നീ പോയി നല്ല കണക്ക് പടി. ഞാനും നീയും പോലീസ് സ്റ്റേഷനിൽ പോയപ്പം ഞാൻ കണ്ടായിരുന്നു നീ എഴുതിയത്. നിനക്കും വായിക്കാൻ അറിയത്തില്ലല്ലോ, നീയും വായിക്കുന്ന എല്ലാവരും കണ്ടും കൊണ്ടിരിക്കുമല്ലേ. നീ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി എന്തിനാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ഇന്നിരുന്ന് പറയുന്ന കേട്ട്. ഞാൻ പറയണമെങ്കിൽ 100 പേര് തികഞ്ഞാലേ ഞാൻ പറയത്തുള്ളൂ, 100 ലൈക്ക് അടിച്ചാലേ പറ്റത്ത. അന്നേരം തന്നെ ആൾക്കാർക്ക് മനസ്സിലാവത്തില്ലേടി നീ ചാനൽ തുടങ്ങിയത് നിനക്ക് കാശിന് വേണ്ടിയാണ്. വെറുതെ അങ്ങ് വിട്ടൂടെ? അമ്മയും മോളും എങ്ങനെയെങ്കിലും പോയി ജീവിക്കട്ടെ. നീ ഇപ്പോൾ ഷോർട്ട് ഫിലിമിനകത്ത് കയറി പിടിച്ചേക്കുക, അതിനകത്തെങ്കിലും പോയി കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ അവരെ അഭിനയിക്കാൻ വിളിക്കത്തില്ലെന്നും പറഞ്ഞായിരിക്കും. അവരെ വിളിക്കും എന്ന് പറഞ്ഞാൽ അവരാർക്കും ഒരു തെറ്റും ചെയ്യുന്നില്ല. പിന്നെ അവർ വന്നിരുന്ന് കാര്യങ്ങൾ പറയുക, പാട്ട് പാടുക അവരുടെ ലൈവിനകത്ത്. അവരൊന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു ഷമീറ എന്ന് പറയുന്ന പ്രിൻസി പൗലൂസിന് ഇറങ്ങും, എന്തിനു വേണമെങ്കിലും ചാടി. ഷമീറാക്ക് തനൂജയെ വിറ്റ് തിന്നാനേ പറ്റൂ, അല്ലാതെ ഒരു കാര്യമില്ല. എപ്പോൾ വന്നാലും തനൂജയുടെ കാര്യവും പറഞ്ഞിട്ട് ആ മോന്തയൊക്കെ വെച്ച് കാണിക്കുന്നുണ്ടല്ലോ, കണ്ണും മൂക്കും ഒക്കെ വെച്ച് കണ്ട. ആ മൂക്ക് തുറക്കല്ലേ ഷമീറ, ആന കയറി പോകും. എന്തിനാ ഈ വന്നു കിടന്ന് ആ പാവത്തുങ്ങളെ നീ വന്നു കിടന്ന് ഈ ചുമ്മാ ചോര കുടിക്കുന്നത്? നിനക്കൊരു മോളെങ്ങാണ്ടില്ലേ? പക്ഷെ ഒരു കാര്യമുണ്ട്, നീയല്ല വളർത്തുന്ന, വല്ലതും അയാൾ വളർത്തുന്നതാ. അന്നേരം അതിൻ്റെ വേദന നിനക്ക് അറിയത്തില്ല. ആ കുഞ്ഞുങ്ങളെ ഇട്ട് ഇറങ്ങി നീ പോയതല്ലേ. കുഞ്ഞുങ്ങളെ വളർത്തുന്ന വേദന എന്താണെന്ന് അറിയാത്തൊരു സ്ത്രീയാണ് നീ. നാണോ മാനോ ഇല്ലാതെ വന്നിരുന്ന് വേണ്ടാത്ത ലൈവിനകത്തിരുന്ന് അങ്ങ് പറയുക. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ? തനൂജ മാത്രമേ തെറ്റ് ചെയ്യുന്നുള്ളൂ നീ പറയുന്നു. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ? സ്വന്തം ഭർത്താവിൻ്റെ മുമ്പിൽ കുഞ്ഞുങ്ങളെ ഇട്ട് കൊടുത്തിട്ട് വേറൊരുത്തൻ്റെ കൂടെ ഓടിപ്പോയില്ലേ? അവൾ മാത്രം വീഡിയോ കോൾ ചെയ്യുന്നു. ഇതിനകത്ത് നിൻ്റെ ചാനലിൽ വന്ന് നിനക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം നല്ലതാണോ? ആദ്യം അവരോട് നീ ചോദിക്കും, നീയൊക്കെ നല്ലതാണോ എന്ന്. അതെങ്ങനെ നീ ചോദിക്കും? സപ്പോർട്ട് ചെയ്യുമല്ലേ, അന്നേരം നിനക്ക് ചോദിക്കാൻ തോന്നത്തില്ല. നാണോ മാനോ ഇല്ലാത്ത നാറിച്ചികൾ ചുമ്മാ വന്നിരുന്ന ഒരു തനൂജയുടെ ചോര കുടിക്കുന്നു. അത് അവർ നല്ല രീതിയിൽ ഇതാവുന്നുണ്ട്. നിൻ്റെയൊക്കെ ശരീരം പോകുന്ന കണ്ടോടി, കുരങ്ങിനേയും കായി കഷ്ടം. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ.